നമസ്കാരം. പ്രധാന വാർത്തകൾ. കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. വെള്ളിയുടെ വിലയും റെക്കോർഡിൽ. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഉയർന്നു. പവന് 440 രൂപയാണ് വർദ്ധിച്ചത്. തുടർച്ചയായ രണ്ടാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത്. ഇന്നലെ പവന് 320 രൂപ ഉയർന്നിരുന്നു. ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 84,680 രൂപയാണ്. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് 93,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന് 12,000 രൂപ നൽകേണ്ടി വരും. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസ്. കുട്ടിയുടെ അമ്മ ശ്രീതു അറസ്റ്റിൽ. ബാലരാമപുരം പോലീസ് ശ്രീതുവിനെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടി. കേസിൽ ശ്രീതുവിനെ 2ാം പ്രതിയാക്കി. കൊലപാതകത്തിൽ ശ്രീതുവിന് നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. അമ്മയുടെ അറിവോടെയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. ശ്രീതുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ നേരത്തെ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചിരുന്നെങ്കിലും ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്ന ഹരികുമാറിന്റെ മൊഴിയിൽ പോലീസ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ തുടർച്ചയായി മൊഴി മാറ്റിയതോടെ ഹരികുമാറിനെയും കുട്ടിയുടെ അമ്മയെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ശ്രീതു തന്നെ പ്രതിയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അവരാണ് കൊല നടത്തിയതെന്നുമായിരുന്നു ഹരികുമാർ പിന്നീട് നൽകിയ മൊഴി. സഹോദരന്റെ മൊഴി ശ്രീതു തള്ളിക്കളഞ്ഞിരുന്നു. ശ്രീതുവിനെതിരെ കുട്ടിയുടെ പിതാവും സംശയം പ്രകടിപ്പിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു. തെളിവുകൾ ഇല്ലാത്തതിനാൽ ആദ്യഘട്ടത്തിൽ പ്രതി ചേർത്തിരുന്നില്ലെങ്കിലും കുറ്റപത്രത്തിൽ ശ്രീതുവിനെയും പോലീസ് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷാഘാതം വന്നതോടെ ജീവിതം വഴിമുട്ടി. അധ്യാപികയെ വഞ്ചിച്ച് 27.5 ലക്ഷം രൂപയും സ്വർണവും തട്ടി. പൂർവ്വ വിദ്യാർത്ഥി അറസ്റ്റിൽ. മലപ്പുറം തലക്കെടുത്തൂർ സ്വദേശിയായ നീലിയത് വേർക്കിൽ ഫിറോസാണ് അറസ്റ്റിലായത്. 1988 മുതൽ 90 വരെ ഇയാളെ പഠിപ്പിച്ചിരുന്ന അധ്യാപികയാണ് തട്ടിപ്പിനിരയായത്. സ്വർണവുമായി ബന്ധപ്പെട്ട് ബിസിനസ് തുടങ്ങാനെന്ന് പറഞ്ഞ് അധ്യാപികയെ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. വിശ്വാസ്യത ഉറപ്പിക്കാനായി 2ാം പ്രതിയും ഭാര്യയുമായ റംലത്തുമായി എത്തിയാണ് പണം കൈപ്പറ്റിയത്. ഇവരുടെ പേരിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കായംകുളത്ത് 4.5 വയസ്സുകാരനെ ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിച്ച സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. കണ്ടല്ലൂർ പുതിയവിള സ്വദേശിനിയാണ് അറസ്റ്റിലായത്. കായംകുളം കനകക്കുന്ന് പോലീസാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. 4.5 വയസ്സുകാരൻ ട്രൗസറിൽ മലമൂത്ര വിസർജനം നടത്തിയതിനായിരുന്നു അമ്മയുടെ ക്രൂരത. കുട്ടിയുടെ പിൻഭാഗത്തും കാലിനും ഗുരുതരമായി പൊള്ളലേറ്റു. പൊള്ളലേറ്റ കുട്ടിയെ അമ്മ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംശയം തോന്നിയതോടെയാണ് ഡോക്ടർ വിവരം പോലീസിലും CWCയിലും അറിയിച്ചത്. തലയോലപ്പറമ്പ് തലപ്പറമ്പിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. കരിപ്പാടം സ്വദേശികളായ മുർത്താസ്, അലി റഷീദ്, വൈക്കം സ്വദേശി ഋത്തിക് എന്നിവരാണ് മരിച്ചത്. അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത്. തലപ്പാറ കൊങ്ങിണിമുക്ക് ജംഗ്ഷനിൽ വെച്ചാണ് അപകടം. അതേസമയം എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന കാര്യം വ്യക്തമല്ല. കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. കാർ പൂർണ്ണമായും തകർന്നു. കാറിനകത്ത് ഇരുവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവാവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുർത്താസും ഋത്തിക്കും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് തലയോലപ്പറമ്പ് പോലീസ് അറിയിച്ചു.